കുറച്ച് നാളുകളായിരുന്നു ഒരു ചെണ്ട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. എന്തായാലും ഇന്ന് മഴയുള്ള ദിവസമാണ്, പ്രത്യേകിച്ചൊന്നും ചെടിക്കകത്ത് ഇറങ്ങി ഒരു പരിപാടിയും നടക്കില്ല. എന്നാൽ പിന്നെ അതിൻ്റെ പുറകെ ആയിക്കോട്ടെ എന്നോർത്തെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഇല പഴുത്ത് വരുന്നത് അന്നേരം കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് ചീച്ചിൽ വരും. അതുകൊണ്ടാട്ടോ. എന്തായാലും മഴ കൂടുതലായതുകൊണ്ട് തന്നെ കുളത്തിലെ അസോളയൊക്കെ അത്യാവശ്യം നല്ലപോലെ ഒഴുകി പോകുന്നുണ്ട്. എന്നാലും സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാക്കിക്കോളും. ഈ ചെടിയുടെ വേറൊരു പ്രത്യേകത എന്നാണെന്നറിയോ? ഇതിൻ്റെ തണ്ടല്ല, ഇല ഒരിക്കലും ഉണ്ടല്ലോ ചീഞ്ഞു പോകത്തില്ല കേട്ടോ. അതായത് എത്ര ചോടുവശം എത്ര മൂത്ത് വന്നാൽ പോലും ആ ഇല ചീഞ്ഞായിട്ട് പോവുകയില്ല. അതങ്ങനെ പച്ച കളറായിട്ട് ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുണ്ടല്ലോ ഡെക്കറേഷൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ചെടിയാട്ടോ. അതിങ്ങനെ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ട് പല രീതിയിലുള്ള, അതായത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് റെഡിയാക്കി എടുക്കാവുന്ന. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു കുഞ്ഞി ചെണ്ട അങ്ങ് സൃഷ്ടിച്ചേക്കാമെന്ന് വിചാരിച്ചേ. വിധികളേറെയുണ്ട്, കാരണം സ്പോഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. എന്നാലും നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നേരം ചെയ്തില്ലെങ്കിൽ അതൊരു വിഷമം പിടിച്ചൊരു കാര്യമല്ലേ. എന്നാൽ പിന്നെ ഇപ്പം തന്നെ അങ്ങ് റെഡിയാക്കിയേക്കാന്ന് ഓർത്ത് നോക്കിയതാ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട കേട്ടോ. ഇനി കാണുന്ന കാഴ്ച മക്കൾക്ക് അത്ര ഇഷ്ടപ്പെടുകയില്ല. കാരണം ഇത് തന്നെ ഈ ലോറിക്കകത്താണോ ഈ പരിപാടികളെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതാണേ. ഇപ്പം അതെല്ലാം സൈഡാക്കി അവർക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ പിന്നെ ഇതിലായിക്കോട്ടെ ഇന്നത്തെ കലാപരിപാടികൾ എന്ന്. എന്നാൽ പിന്നെ അങ്ങനെ